ഹായ് ഹലോ, എൻ്റെ പേര് ശാലിനി. ഇത് ഞാനാണ് നടന്നു വരുന്നത്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിന്നൊരു ഒരു വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. ഷോർട്സ് എന്നൊക്കെ പറയാം. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. നമ്മളൊരു തുടക്കം അതെന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കല്യാണ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ ചെറിയ ചടങ്ങൊക്കെ ഉണ്ട്, ഇന്ന് മൈലാഞ്ചി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ പുറപ്പെട്ട് നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന്. നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചങ്ങോട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏകദേശം ഇത്ര നല്ല വഴിയൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നേ, നമ്മൾ സാധാരണ ഇവിടെ എറണാകുളത്തൊക്കെ വഴികളൊക്കെ എല്ലാം മോശമായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിയൊക്കെ കണ്ടപ്പോൾ നല്ല വഴികളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകും. അവിടെ കാർ അങ്ങോട്ട് കയറും, പക്ഷേ നമ്മൾ തിരിച്ചിറക്കാനൊക്കെ പാടാവും. അപ്പോൾ നമ്മളതുകൊണ്ട് അത് കാർ റോട്ടിൽ തന്നെ ഇട്ടിട്ട് നമ്മളിങ്ങനെ നടന്ന് അങ്ങോട്ട് പോവുക. അവിടെ ചെന്നപ്പോൾ അവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുക കുട്ടിയുടെ കയ്യിൽ. അപ്പോൾ അവരകത്തൊന്നും കാണിക്കുന്നില്ല, അവർ പ്രൈവസിയൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട്. ഇതെൻ്റെ മോൻ്റെ ഫ്രണ്ടാട്ടോ, എൻ്റെ മൂത്ത മോൻ. അങ്ങനെയൊക്കെയാണ് അവർക്ക് പറയണത് ഇഷ്ടം. മോൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ തിരിച്ച് കാറിൽ കയറിയപ്പോൾ ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണ് ഡാൻസ് കളിക്കുക കാറിരുന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ പോത്തീസിലേക്കാണ് വന്നത്. ഞാനും മോനും കൂടി എസ്കലേറ്ററിലേക്ക് കയറി അവിടെ വന്നു. സെയിൽസ് ഗേളിനോട് സംസാരിച്ചൊക്കെ നിൽക്കും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എന്താ ആവശ്യം. അപ്പോൾ അവർ ട്രയൽ റൂമിൽ കയറിയ കേട്ടോ, ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ പോയത്. അപ്പോൾ നമ്മൾ ആ സമയം വെറുതെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഇനി അവർ വന്നാൽ അടുത്തത് ട്രയൽ ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്താണ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരെന്ത് കഴിച്ചു അങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ നിന്ന് നമ്മളപ്പോൾ ഇങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ ഇതൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ എല്ലാം നമ്മൾക്ക് ഇതാകണല്ലോ. അപ്പോൾ എൻ്റെ മോൻ അങ്ങനെ ഒരാൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഓരോ ഡ്രസ്സ് നമ്മൾ നോക്കുമ്പോൾ ചില കളറൊക്കെ എൻ്റെ മോൾക്ക് ചേരുന്നില്ല നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എടുക്കില്ല. നേരെ നല്ലതായിട്ടുള്ള രണ്ടുമൂന്നെണ്ണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതിൽ ഏറ്റവും നല്ല ഇതായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നില്ല. ഞായറാഴ്ച എന്തായാലും നമ്മൾ കല്യാണത്തിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നോക്കി, ശരിക്കും പറഞ്ഞാൽ കുറേ സ്റ്റോൺ വർക്കുകൾ. അപ്പോൾ ഇത്രയും ഇതുള്ളതൊന്നും നമ്മൾ വാങ്ങിക്കണം, കുറേ വിലയുള്ള വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ഡ്രസ്സുള്ളൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴുണ്ട്. പിന്നെ അടുത്തൊരു ഫംഗ്ഷൻ വരും, പിന്നെ നമ്മൾ പുതിയത് തന്നെ വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോൻ പറയുകയാണെങ്കിൽ ഇത് അധികം വിലയുള്ളതൊന്നും വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും ഏകദേശം നല്ല വില. പിന്നെ ഒരു വലിയ കണ്ണാടി കാണുമ്പോൾ നമ്മളെന്താ ചെയ്യണം, ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ. ഇതൊക്കെ നമ്മുടെ ഒരു സ്ഥിരം കലാപരിപാടികളായതുകൊണ്ട് അങ്ങനെ. അത് കഴിഞ്ഞ് രണ്ടും കൂടി പോയിട്ട് അവിടെ ഇരിക്കുന്ന ഡെമ്മികളെയൊക്കെ വർത്തമാനം പറയാം, കഥ പറയാം. സുന്ദരനാണ് പുള്ളിക്കാരൻ, സാഹിബിനെ പോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് കഥ പറയാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളും കൂടി അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞു. അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടും കൂടി ഇങ്ങോട്ട് വേഗം പോകുന്നുണ്ട് അടുത്ത്. അപ്പോൾ ഞാൻ ബില്ലെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും ഒരു വൗച്ചർ കിട്ടിയപ്പോൾ മോനത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. അപ്പം നമ്മൾ ആ കാറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അധികം വെയിലൊന്നും ഉണ്ടായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ട് തിരിച്ച് പോരുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ.